എനിക്ക് വഴിപാടുണ്ടായിരുന്നു തിരുപ്പതി അമ്പലത്തിൽ. അപ്പോൾ മുട്ടയടിക്കാനായിട്ട് മുടി മുഴുവനും കളഞ്ഞു. അപ്പോൾ അതിലിങ്ങനെ കുറേ കമൻസൊക്കെ വന്നു. ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ട്, വി ഡി സതീശൻ സാർ വിളിച്ചിരുന്നു. ഓ അത് ശരി. എന്നിട്ട് വി ഡി സതീശൻ സാർ വിളിച്ചിരുന്നു, രാഹുൽ ഗാന്ധി ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ തകൃതിയായിട്ട് നടന്നു കഴിഞ്ഞു. എങ്കിലും ഈ ഒരു സമയത്ത് ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇഷ്ടംപോലെ. ഹായ് പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല പല പ്രമുഖരുടെയും രൂപസാദൃശ്യമൊക്കെ കാണുമ്പോൾ അങ്ങനെ കൊള്ളാം, നമുക്ക് അങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അങ്ങനെ മേക്കപ്പ് ചെയ്യണം, അവരെ ഇമിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമല്ല. ജന്മനാ തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒരു ധീര വനിതയുടെ രൂപസാദൃശ്യത്തോടു കൂടി നിങ്ങൾക്കിപ്പോൾ ആളെയൊക്കെ മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം അജിത മാം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സത്യം നമ്മുടെ ഇന്റർവ്യൂ ഞാൻ കുറേ റെഫറൻസ് അതൊക്കെ എടുത്തു നോക്കി. അതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എടുത്തു നോക്കി. പക്ഷെ നമ്മൾ പലപ്പോഴും പലവരെയും ഫിൽറ്ററൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത് ഫോട്ടോ കണ്ട ആളല്ലല്ലോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. പക്ക നേരിട്ട് കണ്ടു കഴിയുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നത്. ശരിക്കും ആ ഒരു രൂപസാദൃശ്യം നിങ്ങൾ കുറേ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വീണ്ടും 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 നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. പക്ഷെ ഇങ്ങനെ പക്കയായിട്ട് എങ്ങനെ അറിയില്ല, എന്തോ ദൈവാനുഗ്രഹം. അതായത് ഫാമിലി മെമ്പേഴ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണല്ലേ. ആരാ ശരിക്കും ആദ്യം പറഞ്ഞത്? അമ്മാവനാണ് പറഞ്ഞത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു സാമ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് അവിടെ വെച്ച് ഇതായി അങ്ങ് വിട്ടുകളഞ്ഞു. അതിന് ശേഷം പിന്നെ എന്താ പറഞ്ഞ, ഇപ്പോഴാണ് ഒരു 2-3 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ എനിക്ക് വഴിപാടുണ്ടായിരുന്നു തിരുപ്പതി അമ്പലത്തിൽ. അപ്പോൾ മുട്ടയടിക്കാനായിട്ട് മുടി മുഴുവനും കളഞ്ഞു. അതിന് ശേഷം പിന്നെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതൊരിതായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കുറേ കമൻസൊക്കെ വന്നു, ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ട്, അങ്ങനെ കുറേ കമൻസ് വന്നു. പിന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല. ശരിക്കും കമൻസ് വന്നപ്പോഴാണ് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. കമൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളത് കൂടുതലായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ പേര് ഇങ്ങനെ മെസ്സേജൊക്കെ ചെയ്തു, നിങ്ങളെന്തെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇന്ദിരാഗാന്ധിയുടെ എന്തെങ്കിലും ചെയ്ത് നോക്കണം. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് ഇപ്പം ഇവിടെയും വരെ എത്തിയിരിക്കുന്നത്. അതങ്ങ് കയറി വൈറലായി. അപ്പോൾ ശരിക്കും വിവാഹമൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയതേ ഉള്ളൂ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അതിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡൊക്കെ എന്ത് പറഞ്ഞു, മക്കളൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഒരു പെട്ടെന്നൊരു അത്ഭുതമായിരുന്നു. നമ്മൾ ഈ മുടി കളഞ്ഞതിന് ശേഷമാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതിനു മുമ്പൊന്നും ഇങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ രൂപസാദൃശ്യം കണ്ടിട്ട്? വി ഡി സതീശൻ സാർ വിളിച്ചിരുന്നു. ഓ അത് ശരി. എന്നിട്ട് വി ഡി സതീശൻ സാർ വിളിച്ചിരുന്നു, രാഹുൽ ഗാന്ധി ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്, കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. സാറാണ് ആദ്യം എന്നെ വിളിച്ചത്. അത് ശരി. വിളിച്ചു. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, വീഡിയോ കണ്ടിട്ടുണ്ട്, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ. അതിന് ശേഷമാണ് നമുക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ആയിട്ട് പതിയെ പതിയെ രാഹുൽ ഗാന്ധിയെ കണ്ടു, പ്രിയങ്ക ഗാന്ധിയെ കണ്ടു. അങ്ങനെ അവരിൽ നിന്നൊക്കെ കിട്ടിയ റെസ്പോൺസ് അപ്പൊ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. വളരെ സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സന്തോഷമാണ്. ഞാനൊരു സാധാരണ ഒരു ഹൗസ് വൈഫ് ആയി ഒതുങ്ങിക്കൂടിയിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു ദൈവാനുഗ്രഹം എന്നുള്ള രീതിയിലാണ് വിശ്വസിക്കുന്നത്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കുക ഇഷ്ടം പോലെ ഒരു വൈറലായ സമയത്ത്. പിന്നെ ഇപ്പോഴൊന്നും അങ്ങനെയല്ലേ, എന്നാലും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ ആളുകൾ വരുന്നുണ്ട്, അടുത്തേക്ക് പരിചയപ്പെടാൻ വരുന്നുണ്ട്. നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ തകൃതിയായിട്ട് നടന്നു കഴിഞ്ഞു. എങ്കിലും ഈ ഒരു സമയത്ത് ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇഷ്ടംപോലെ അപ്രോച്ച് ചെയ്തു. പക്ഷെ എന്ത് പറ്റി ഇലക്ഷന് നിൽക്കണമെന്നൊന്നും തോന്നിയില്ല? അതല്ല, അത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവസരങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ കുറേ പ്രവർത്തനങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു.
അങ്ങനെ പോടും. ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ, അതായത് കുട്ടികളുടെ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് ടീച്ചേഴ്സും പേരൻസും ഒക്കെ എന്തായിരിക്കും റിയാക്ട് ചെയ്യുക? ടീച്ചേഴ്സ് ഭയങ്കര കാര്യമാണ്. ടീച്ചേഴ്സ് ചോദിക്കും, ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഈ മുടിയുടെ കളറ് ഇത് ആർട്ടിഫിഷ്യൽ അല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, ആർട്ടിഫിഷ്യൽ അല്ല, അത് ഇങ്ങനെ നര വന്നതാണ്, ആ ഭാഗത്ത് മാത്രമായിട്ട് നര. അത് ശരി. അവിടെ മാത്രം നര. അപ്പോൾ എന്നോട് കുറേ ആളുകൾ ചോദിക്കും, ഇങ്ങനെ നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. കാരണം ഇത് കാണുമ്പോൾ ആളുകൾ ഇനി നമ്മൾ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തൊരു വേണ്ട. ഓക്കെ. പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ആളുകൾ പറയും. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾ പറയും, ആൻറ്റിയെ കണ്ടു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ പോലെ ഉണ്ട്. അത് ശരി. അങ്ങനെ വന്ന് സ്കൂളിൽ കുട്ടികളൊക്കെ വന്ന് പരിചയപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ നല്ല കുറേ രസകരമായിട്ടുള്ള അനുഭവങ്ങളും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജിതമാമിന്റെ അച്ഛനും അമ്മയും പോലും ഈ ഒരു സാധനം അല്ലേ ചിലപ്പോൾ ചിന്തിച്ചുകൂടി കാണുന്നുണ്ടായിരിക്കില്ല. ഇതൊക്കെ ശരിക്കും അവർക്കൊരു ഷോക്കായിരുന്നു ഇത്. ശരി, ഇത് ഇങ്ങനെ ഇതായ സമയത്ത് അമ്മയും അച്ഛനും എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു. അപ്പോൾ അമ്മയും അച്ഛനും പറയുന്ന ദൈവാനുഗ്രഹമാണ്. ഒരു തിരുപ്പതിയിൽ പോയതിന് ശേഷമുള്ള ഒരു വളരെ വലിയൊരു അനുഗ്രഹമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഫീൽ ആയിട്ടുണ്ട്. അത് എന്നോട് ഇതുപോലെ ഇങ്ങനെ ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് ഒരു ലേഡി ഇതേപോലെ ചോദിച്ചു, അവരും മുട്ടയടിക്കാനായിട്ട് പോവാണ് തിരുപ്പതിയിൽ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിംഗ്, മുടി നമ്മൾ ഇതാവണ സമയത്ത്, മുണ്ടനം ചെയ്യുന്ന സമയത്ത്? അതായത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, വളരെ ഹാപ്പി ആയിട്ട് ഭഗവാൻ അങ്ങോട്ട് അർപ്പിക്കുകയായിരുന്നു, മനസ്സുകൊണ്ട് അങ്ങോട്ട് അർപ്പിക്കുകയാണ്. നമ്മളുടേതായിട്ടുള്ള ഒരു ഇതല്ല, ഭഗവാന്റെ സന്തോഷം നമ്മളെ മനസ്സുകൊണ്ട് അർപ്പിച്ചു. അതിന്റെ ഒരു അനുഗ്രഹമായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞത്, ആ ഒരു നേർച്ചയാണ് ശരിക്കും ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിലേക്ക്. ഹസ്ബൻഡൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലേ? സപ്പോർട്ടാണ്. മോനും അതെ, എനിക്ക് 2 പിള്ളേരാണ്. മൂത്ത മോനും അതെ, ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ പോകാൻ നല്ല PT മീറ്റിംഗ് വെച്ച് അമ്മേ വാ ഇങ്ങനെയാണോ വേഗം എല്ലായിടത്തും ഈ ഒരു പ്രസൻസ് കിട്ടുന്നത് കൊണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാ പ്രതികരണം? ഞാൻ പറ്റുന്നതിനൊക്കെ പോകും, പങ്കെടുക്കാം. മാക്സിമം അവരുടെ കൂടെ തന്നെ എൻജോയ് ചെയ്ത് പോകും. അപ്പം നാട്ടുകാരും, അതായത് നമ്മൾ വിവാഹം കഴിച്ച് വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കുമല്ലോ, പക്ഷെ സ്വന്തം നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു സ്വീകരണം, ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. കൂടെ പഠിച്ചവർക്കും ഷോക്കായിരിക്കും അല്ലേ? അതെ, പഠിച്ചവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ വൈറലാവുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പിലിടും. എന്നിട്ട് ഇങ്ങനെ പറയും, ഈ ഫേസ് നമ്മുടെ ഇങ്ങനെ എനിക്കിങ്ങനെ ഇല്ലേ, ഈ അജിതയ്ക്ക് ഇങ്ങനെ ഫേസ്, ഇന്ദിരാഗാന്ധിയുടെ ഫേസ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ ചർച്ച ചെയ്യാറുണ്ട്. അതെന്താ പറയുക, ഈ മുഖത്തിന്റെ ഇങ്ങനത്തെ ആ ഒരു ഷേപ്പ് ഇല്ലേ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് മൂക്കും. അങ്ങനെ ചർച്ച ചെയ്തു. ആ ഒരു ഇടയ്ക്കാണ് വൈറലും ആയത്. അത് ശരി. അതിനുശേഷം ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? വൈറലൊക്കെ ഭയങ്കര എന്താ പറയാ, അവർക്കൊക്കെ സന്തോഷമാണ്. ശരിക്കും നമ്മൾ എന്താ പറഞ്ഞ ഒരു സെലിബ്രിറ്റി, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി താരത്തിന്റെ ഒരു ലൈഫിലോട്ടുള്ള ഒരു ചേഞ്ച്, അത് എങ്ങനെയുണ്ട് നോർമൽ ലൈഫിൽ? ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു സെലിബ്രിറ്റി ആവുന്ന സമയത്ത് അവരുടെയൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചു. ഇത്ര പെട്ടെന്ന് സാധിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ നോർമൽ ലൈഫിൽ നീ എന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ? ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ, നമ്മളിപ്പോൾ ആദ്യം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ അറിയില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ ഇറങ്ങി ചെല്ലാം. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചറിയും പെട്ടെന്ന്. എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ആൾക്കാർ ഇത് അവരല്ലേ എന്നൊക്കെ പറഞ്ഞ് അടക്കം പറയാൻ എല്ലാവരും നോക്കുകയൊക്കെ ചെയ്യും. പണ്ട് കിട്ടാതിരുന്ന ഒരു അറ്റൻഷൻ ഇപ്പൊ എല്ലായിടത്തുനിന്നും കിട്ടാറുണ്ട്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നത്? നേരത്തെ നമ്മൾ പറയുമ്പോൾ നമ്മളാരും അറിയത്തില്ല, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അത് എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പൊ വരുത്തിയിട്ടുണ്ട്? വലിയ മാറ്റം ഒന്നുമില്ല. ഞാൻ സാധാരണ ആദ്യമുള്ള പോലെ തന്നെയാണ് എപ്പോഴും. അത് ശരി. കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇല്ല, അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ആദ്യത്തെ പോലെ തന്നെയാണ്. ഈ മുടി ഇല്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ഇതായിരുന്നു. പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ അതിനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു എഫോർട്ട് ഒന്നും എടുക്കാറില്ല. ഇപ്പം ഹസ്ബൻഡ് ഒക്കെ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും സജഷൻസ്? ഞാൻ എന്റേതായ രീതിയിലുള്ള ഒരു ഫോളോ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ.
എങ്ങനെയാണ് ഇങ്ങനെ എന്താ പറയണത് ബോഡി ഫിറ്റ്നസ് കീപ്പ് ചെയ്യാനായിട്ട് എന്താ ചെയ്യണേ? അത് വേറൊന്നൊന്നുമല്ല ചെയ്യണേ, എന്താ ചിലപ്പോൾ ശരീരപ്രകൃതി ആയിരിക്കാം. വേറൊന്നും അതിനായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഒരു ഡയറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കീപ്പ് ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അത് ശരി. ഇനി ശേഷം നമ്മളിപ്പം കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ റീൽസ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ശരിക്കും ആരാ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുക? അത് ഞാൻ തന്നെയാണ്. സെൽഫാണല്ലോ. സെൽഫ്. അത് ശരി. ഞാൻ തന്നെ എനിക്ക് മനസ്സിലാ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഓരോ ഐഡിയാസ് വരും, ഞാൻ അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ ചെയ്യണേ. അപ്പോൾ അതെനിക്ക് മനസ്സിൽ ഓരോന്ന് ആ ഒരു ടൈമിങ്ങിൽ തോന്നും, അത് ഞാൻ നേരെ അത് ക്രിയേറ്റ് ചെയ്യും. ഹൗസ് വൈഫാണ്, സെലിബ്രിറ്റി ആണ്, അതിലൂടെ ഇപ്പോൾ കണ്ടന്റ് എല്ലാം കൂടി എങ്ങനെയാണ് ഈ ഒരു ലൈഫിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് അതിൽ താല്പര്യമുണ്ട്, പാഷനാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. എല്ലാ കാര്യവും ഒരു കാര്യം എന്നല്ല, എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അതിനുവേണ്ടി സമയം മാറ്റി വെക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV കാണാം, പുറത്തേക്ക് പോവുക. കൂടുതലും പുറത്തേക്കൊക്കെ പോകാനാണ്, ട്രാവൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അങ്ങനെ എല്ലാം ഇഷ്ടമാണ്, അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളും, ഒരു എന്താ പറയണത്, നമുക്ക് എടുത്തു വെച്ച് കൊഞ്ചിക്കാൻ തോന്നൂലേ, അതുപോലെയാണ്. നേരത്തെ ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്. ഭയങ്കര സോഫ്റ്റ് ആണ്, നമുക്ക് എടുത്തു വെച്ച് കൊഞ്ചിക്കാൻ തോന്നും. അതുപോലെ ഈ ഇന്ദിരാഗാന്ധിയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ ആയിട്ട് ഇല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. മാച്ച് ആയിട്ടുണ്ടോ? അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ ഈ വൈറലായി കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസൊക്കെ ഗൂഗിളിൽ നിന്ന് ഒരേ പ്രായത്തിലുള്ള അവരുടെ ഏജും എൻ്റെ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്. അല്ലാതെ ഒന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതായത് കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ രാഹുൽ ഗാന്ധി ഇവരൊക്കെ വരുമ്പം ഇപ്പം കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇല്ല. ഇനി ഒരു അവസരത്തിൽ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്നാണ് ആഗ്രഹം? എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അന്ന് കാണാൻ സാധിച്ചതിൽ. അങ്ങനെ പറയും. ഞാനേ നമ്മുടെ പഴയ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കമൻസ് ഉണ്ട്, ഇൻ കേസ് കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കല്യാണം കഴിക്കുമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം? അത് ഒരു ഫണ്ണി ആയിട്ട് എടുത്തിട്ടുള്ളൂ, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്ന്. ഇൻ കേസ് അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കണ്ടിരുന്നു എങ്കിൽ, അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിരുന്നു എങ്കിൽ എന്തായിരുന്നായിരിക്കാം റിയാക്ഷൻ? ഇല്ല, അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയുള്ള അവർ വലിയ ആളുകളല്ലേ, നമ്മൾ സാധാരണ ആയിട്ടുള്ള ആളുകളല്ലേ. പക്ഷെ അവർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു മുത്തശ്ശീനെ ഒന്ന് നേരിട്ട് അല്ല ആ ഒരു രൂപസാദൃശ്യം, അതൊക്കെ ഭയങ്കര ഇപ്പം അവർക്കും ബ്ലെസ്സിങ് ആയിരിക്കും, മാമിനും വലിയൊരു ബ്ലെസ്സിങ് ആണ് അല്ലേ? ബ്ലെസ്സിങ് ആണ് ശരിക്കും, അതൊരു ബ്ലെസ്സിങ് ആണ്. അത് ശരിക്കും എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഓരോ നിമിഷവും നമുക്കത് സ്വയം അറിയാൻ സാധിക്കും കാര്യങ്ങൾ. ഞാനിതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് നിർത്തിയാലോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ആവാനായിട്ടിരുന്നിരുന്ന ആൾ. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ വീഡിയോ ഇട്ട് പിന്നെ കുറേ ഇങ്ങനെ വേണ്ട ഇതൊന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഓരോന്ന് ഐഡിയകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ക്രിയേറ്റ് അതിന് വലിയ രീതിയിൽ വ്യൂസും കാര്യങ്ങളും ഒക്കെ ഒരു വീണ്ടും എനിക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനവും. ആൾക്കാരുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജം. ഇതാണ്. ഞാനിങ്ങനെ കുറേ കമൻസ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കി നോക്കും. ഞാൻ നമ്മുടെ കുറേ വ്ളോഗേഴ്സ് നമ്മുടെ DNA സർക്കിള് ഇപ്പോൾ എടുത്തു വെച്ച് നോക്കുന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ ഒറിജിനൽ എവിടെ നിന്നാണ് നമ്മുടെ, അതായത് മുത്തച്ഛൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ പേരൻസിനോടൊക്കെ ചോദിച്ചിട്ട് സർക്കിളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കണക്ഷൻ നോക്കിയിട്ടുണ്ടോ? അതൊക്കെ എന്താ പറയാ, ഒന്നും പറയാനില്ല. ഒന്നും പറയാം. ഞങ്ങള് പക്ഷെ കുറേ ആൾക്കാർ അങ്ങനെ എവിടെയായിരിക്കും ഇപ്പം റഷ്യന്ന് അവരൊക്കെ നമ്മുടെ മുത്തച്ഛനൊക്കെ കാണും. അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പൊ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഒരു ഫീച്ചേഴ്സ് കൂടുതലും ഉള്ളത് അച്ഛൻ്റെ ഫാമിലി എന്നാണ് അമ്മയുടെ ഫാമിലി എന്നാണ്? അത് അങ്ങനെ എന്താ, അങ്ങനെ എനിക്ക് അങ്ങനെ ആരും അച്ഛൻ്റെ
ചായ ഉണ്ടെന്നുള്ള അച്ഛന്റെ രീതിയില്. ചായയാണ് കൂടുതലുള്ളത്. അത് ശരി. അങ്ങനെ പറയാറുണ്ട്, കുടുംബത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. അത് ശരി. പിന്നെ മക്കൾക്കൊക്കെ ഈ രൂപസാദൃശ്യം കിട്ടിയിട്ടുണ്ടോ? എൻ്റെ ഇളയ മോന് ചെറുതായിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരി. അപ്പൊ മൂത്ത മോനെ അച്ഛന്റെ ഷേപ്പില്. ഓക്കെ. ഇപ്പൊ നമുക്ക് അതായത് ഇപ്പൊ തോന്നണ ഏറ്റവും വലിയ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഇത്രയും പ്രൗഡായിട്ട് ഇത്ര ഒരാളുടെ രൂപസാദൃശ്യം ഇപ്പൊ പലരും ഇത് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കാറുണ്ട്. അതായത് നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയതാണ്, മറ്റു പലരും വേറെ രീതിക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കണത്. പക്ഷെ ആ ഒരു രീതിയെ എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ആളുകൾ വിചാരിക്കുന്നത്. നമ്മൾ അതേപോലെ ഡ്രസ്സിങ് സ്റ്റൈല്, മുടി ഒക്കെ അതേപോലെ ഒക്കെ ചെയ്ത് നടക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അതനുസരിച്ചുള്ള ഓരോ കമൻറ്റുകളൊക്കെ എനിക്ക് വരാറുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെയുള്ള ഇതൊന്നുമല്ല. ഞാൻ മുമ്പ് നടന്നിരുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇപ്പം മുടിയില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിഷമം തോന്നാറുണ്ടോ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ? ആദ്യമൊക്കെ നമുക്ക് നല്ലോണം വിഷമമൊക്കെ തോന്നിയിരുന്നു. ഇങ്ങനെ ഓരോ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നിയിരുന്നു. പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഓരോ കമന്റുകളും വന്നിരുന്നു. ഓ അത് ശരി. അങ്ങനെ പിന്നെ ഞാനിപ്പോ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇതുപോലെ പലതും ഉണ്ടാകുമല്ലോ. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യം. എന്നാലും നമ്മുടെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി ഒരു രാഷ്ട്രീയവൽക്കരിച്ച് കമന്റ് ഇടുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയാനുള്ളത്? അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അവര് ചിലവർക്കുടെ അഭിപ്രായം അതായിരിക്കാം എന്ന് വിചാരിക്കാം. അവര് പറഞ്ഞോട്ടെ. നമ്മള് എന്താ പറയാ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവര് വിനിയോഗിച്ചോട്ടെ. ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള വല്ല കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോലെ വന്നിട്ടുണ്ട്, ആദ്യമൊക്കെ വന്നിട്ടുണ്ട്. പറയാൻ പറ്റുമോ? അത് ഇതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് കൂടുതലും വന്നിരുന്നത്. അതെ, അങ്ങനെ ആ സമയത്തൊക്കെ ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ശരിക്കും എന്താ പറയണത്, ഈ കമന്റ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മളത് ഒന്നും ബാധിച്ചിട്ടില്ല. കാരണം നമുക്കറിയാലോ, വീട്ടിലുള്ള ആളുകൾക്ക് അറിയാലോ നമ്മൾ അങ്ങനെയൊന്നും എന്താണെന്നുള്ളത് വീട്ടിലുള്ളവർക്ക് അറിയാലോ. അപ്പൊ പിന്നെ ആ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കത് വിഷമിക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ് കമന്റ്സ് വന്നതിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കമന്റ് എന്തായിരിക്കും? സന്തോഷമുള്ള കമന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സാദൃശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഒരു മനസ്സിന് സന്തോഷമുണ്ട്. ഒരു വനിതയുടെ ഒരു മുഖസാദൃശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു അഭിമാനവും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അത് ശരി. ഞാനൊക്കെ എൻ്റെയൊക്കെ മൂക്കിങ്ങനെ പതിഞ്ഞ മൂക്കാണ്. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മൂക്കിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മൂമ്മയോടൊക്കെ പറയും, ഈ കുഞ്ഞിലെ മര്യാദയ്ക്ക് തിരുമ്മി കുളിപ്പിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചളുങ്ങിയ മൂക്കെന്നൊക്കെ. അപ്പം അതായത് ഗ്രാൻഡ് പേരൻസ് ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അവർ കണ്ടിട്ടുമില്ല ഇങ്ങനെ ഈ രൂപത്തിൽ? ഇല്ല. ഇവിടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഇല്ല. ഹസ്ബൻഡിന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പ്രതികരണം എന്തായിരുന്നു? അവര് അതിന് മുമ്പ് അപ്പൊ ഇപ്പം ഹസ്ബൻഡിന് 2 കുട്ടികളും മാമും മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ അവരിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നെയായിരുന്നു. അത് ശരി. ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു ആരാധകർ ചെറുപ്പത്തിലേക്ക് ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മാവൻ ഇടയ്ക്കൊക്കെ വിളിക്കും, ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും, ചരിത്രം പഠിക്കണം, ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ചരിത്രം പഠിക്കണം, എന്താണ് ഇത്, അവരുടെ കാര്യങ്ങൾ ഓരോന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തരും. ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇല്ല. എന്നെ സ്പീച്ചൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാതെ സീരിയസ്ലി നമുക്ക് കൂടുതൽ അറിയണം എന്നൊരു തോന്നല് ഇല്ല. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അറിയാലോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അല്ലാതെ കൂടുതലായിട്ട് ഒന്നും പോയിട്ട്. ഈ ലുക്ക് കീപ്പ് ചെയ്യണം എന്ന് തോന്നിയ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാരണം? അതിനായിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. എൻ്റെ നോർമലായിട്ടുള്ള ഒരു ശരീരപ്രകൃതി കൊണ്ടായിരിക്കാം. പിന്നെ കുറച്ച് ഡയറ്റ്, നമ്മൾ സാധാരണ ഒരു ഡയറ്റൊക്കെ എടുക്കുമല്ലോ, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഒരു ഫോളോ ചെയ്യുന്ന കുറച്ച് ഡയറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അല്ല, ഹെയർ ഒക്കെ ഇങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ? അതിപ്പോ ഇങ്ങനെ ഒരു ഭാഗ്യം, ഇപ്പൊ ഹെയറിലാണല്ലോ ഭാഗ്യം വന്നത്. അപ്പോ ആ ഒരു രീതിയിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യാണ്. അത് ശരി. ആക്ച്വലി ഇങ്ങനെ തീളുള്ള ഹെയർ ഒക്കെ ഇഷ്ടം?
എങ്ങനെ ഇഷ്ടമാണ്, അതിലുള്ള ഹെയർ ഒക്കെ ആയിരുന്നു കളഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ അത് കീപ്പ് ചെയ്യുമ്പോ ആദ്യം കേട്ടെ, ഇപ്പൊ ഈ ചൂടുകാലത്ത് ഇത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് അല്ലേ? അനുഗ്രഹം തന്നെയാണ്, ചൂടുകാലത്ത് ഒരു അനുഗ്രഹമാണ് അല്ലേ? നേരത്തെ പണ്ട് ഞാനും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ചൂടുകാലത്ത് ഭയങ്കര സുഖമാണ്. പക്ഷെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ലോങ് ഹെയർ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളത് എടുത്തുമ്പോൾ നമുക്ക് പെൺപിള്ളേർക്ക് പ്രത്യേകിച്ച് ഇത്തിരി ഹെയർ കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കണം അല്ലേ? എല്ലാവരും അങ്ങനെയായിരിക്കും. അപ്പൊ ഈ ഒരു ഡിസിഷൻ എടുത്തു, ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തു, പിന്നീട് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ശരിക്കും എന്താ പറയണത്, ഒരു വലിയൊരു എഫോർട്ട് ഉണ്ട് അതിന്റെ പുറകില്. നമ്മള് ഇമിറ്റേറ്റ് ചെയ്യുന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ആ ലുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിലൊന്ന് ഹെയർ ആണ്, പിന്നെ ഡ്രസ് കോഡാണ്. ഇല്ല, ഡ്രസ് കോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് മുതലേ ഡ്രസ് കോഡ് ഇങ്ങനെ തന്നെയായിരുന്നു. അതേപോലെ തന്നെ അല്ലാതെ വൈറലായി ഇങ്ങനെയൊക്കെ ഒരു 4 ആൾ അറിഞ്ഞു എന്ന് വെച്ചിട്ട് അതിനായിട്ട് ഒരു പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. നമ്മൾ പണ്ട് എങ്ങനെയാണോ നമ്മൾ അതേപോലെ ഇപ്പോഴും ഉള്ളു. ഓക്കെ, ഒരു ദിവസം മുഴുവൻ ഇന്ദിരാഗാന്ധിയായിട്ട് ഒന്ന് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചൂസ് ചെയ്യുക? സ്ഥലമാണോ? അല്ല, എന്തോ ആൾക്കാരായിരിക്കാം, സ്ഥലമായിരിക്കാം, എന്തായിരിക്കാം. ഒരു ദിവസം ഒരു ഇന്ദിരാഗാന്ധിയായിട്ട് ജീവിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചൂസ് ചെയ്യുക? എന്ത് ഓപ്ഷൻ എടുക്കും? സ്ഥലത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ ആൾക്കാരോ സംതിങ് എന്തോ ആകാം. എങ്ങനെ ഉപയോഗിക്കണം എന്നായിരിക്കും ചൂസ് ചെയ്യുക? അതിന് ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതായിരിക്കും ഉത്തരം കിട്ടാത്തത്. ശരിക്കും നമ്മൾ ഈ ഒരു ലൈഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഇന്ദിരാഗാന്ധി ഈ ഒരു ലൈഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മൾ അജിത ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിനെ എവിടെയെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഞാനിപ്പോഴും ആ ഒരു പിന്നെ ആളുകളാണ് നമ്മളെ അത് ഓർമ്മിപ്പിക്കണത്. നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ മുഖസാദൃശ്യം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ, അല്ലാതെ അങ്ങനെ തോന്നാറില്ല. അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നമ്മൾ അജിത് തന്നെയാണ്. ലുക്ക്, പുറത്തുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ, വേറെ. അത് ശരി. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് ഇനി എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട്, ഇപ്പോൾ കാണുന്നവരോടും എല്ലാവരോടും വളരെ സന്തോഷവും സ്നേഹവുമാണ്. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായത്, പിന്നെ ദൈവാനുഗ്രഹവും. അപ്പം എല്ലാവർക്കും എന്താ പറയുന്നത്, വളരെയധികം നന്ദിയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ധീര വനിതയുടെ ലുക്കാണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ കൊടുത്തേനെ എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മളെന്താ, ഹെൽപ്പ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, സന്തോഷമായിരിക്കും. അതാണ്. ഓക്കെ, ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങളോടുകൂടി സഹകരിച്ചതിൽ വലിയ സന്തോഷം. വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, കൂടുതൽ പബ്ലിസിറ്റി കിട്ടട്ടെ, വീണ്ടും അവരെയൊക്കെ, അതായത് ഗാന്ധി കുടുംബമായിട്ട് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.